രണ്ടാമത്തെ പോയിന്റ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഇത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ് എന്നുള്ളതിൽ എന്തില്ല, സംശയമില്ല. നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. കാരണം നോമ്പ് മുറിക്കുന്നതിന്റെ ഉസൂലിയായ കാര്യമായിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഇത് കടുത്ത തെറ്റാണ്. അതുപോലെ തന്നെ അതിന്റെ പ്രായശ്ചിത്വവും കടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസാഇക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ രാത്രിയിൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികൾ ആദ്യം ധരിച്ചിരുന്നത് നോമ്പിന്റെ രാത്രിയിൽ പോലും സ്ത്രീ പുരുഷ അഥവാ ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല എന്നാണ്. പക്ഷെ അവർ പലപ്പോഴും അത് ചെയ്തിരുന്നു, അവർക്ക് അതിനുള്ള പശ്ചാത്താപം ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അതിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ പകല് അത് സംഭവിക്കുകയാണെങ്കിൽ അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് സഹോദരങ്ങളെ കടുത്ത തെറ്റാണ്. അതുകൊണ്ട് തന്നെ ശരീഅത്തിൽ ഏറ്റവും കടുത്ത പ്രായശ്ചിത്തമാണ് അത് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ തൗബ ചെയ്യണം. കാരണം ചെയ്യുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഹലാലായ ഭാര്യയാണെങ്കിൽ ശരി, അത് നോമ്പിന്റെ പകലിൽ നിഷിദ്ധമാണ്. രണ്ടാമത്തത് ആ നോമ്പ് ഖളാ കിട്ടണം, സംശയമില്ല. മൂന്നാമത്തത് കഫാറത്തുണ്ട്. ഈ കഫാറത്താണ് അൽ കഫാറത്തുൽ മുഗല്ലദ, കടുത്ത കഫാറത്ത് എന്നറിയിക്കുന്നതായ കഫാറത്ത്. എന്താണ് കടുത്ത കഫാറത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളൊരു ഹദീസാണ് നിങ്ങൾ കാണുന്നത്. ആ വലിയൊരു ഹദീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ആശയം പറയാണ്. അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സമയം അനുവദിക്കുന്നില്ല. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുന്നത്, ഹലക്തു യാ റസൂലല്ലാഹ്, അള്ളാഹു റസൂലെ ഞാൻ നശിച്ചു. അവൻ ചോദിച്ചു, ഒമാ അഹ്ലകക്, എന്താണ് നിന്നെ നശിപ്പിച്ചത്? അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു റമളാന്റെ പകലിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അയാൾ ചോദിച്ചു, നിനക്ക് ഇതൊക്കെ ചെയ്യാൻ അഥവാ അടിമകളെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഇന്ന് നമുക്ക് അടിമകളില്ലാത്തതുകൊണ്ട് ഈ ഒരു കഫാറത്ത് നമുക്ക് അനുവാദം സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കതിന് സാധിക്കില്ല, കാരണം ദരിദ്രനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞത്, ഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായിട്ട് നിനക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അഥവാ അതിന് ശാരീരികമായ കഴിവുണ്ട്. റമളാനിൽ എന്താണോ നമുക്ക് ഒഴിവാക്കാൻ അനുവാദമുള്ള കുദ്റത്തില്ലായ്മ, അതാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ നിനക്ക് പറ്റിയ ഒരു ഓപ്ഷനായിട്ട് ചോദിച്ചതല്ല. അഥവാ അടിമയിൽ നിന്ന് മോചിപ്പിക്കാത്തത് കൊണ്ട് ഇന്ന് നമുക്കിത് പറയാൻ സാധിക്കും. ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ ഒന്നാമത് അയാൾ ചെയ്യേണ്ടത് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക. 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അറബി മാസം. 2 അറബി മാസം എപ്പോഴാണ് തുടങ്ങുന്നത് അത് എടുക്കുക. അപ്പോൾ 2 മാസം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 29, 30, 59 ഉണ്ടാവാം, അല്ലെങ്കിൽ 30, 30 ഉണ്ടാവാം, 29, 29 ഉണ്ടാവാം, 58, 50, 59, 60 മാസം കാണുന്നതിനനുസരിച്ചിട്ട് ഇത്രയും ദിവസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കണം. ഇങ്ങനെ ശരീരത്തിൽ ഇല്ല. അപ്പോൾ തുടർച്ചയായി നോമ്പെടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഗ്യാപ്പില്ല. ഒരാൾക്ക് ഉദർ റമളാനിൽ ഒഴിവാക്കാനുള്ള ഉദർ അല്ലാതെ മറ്റൊരു ഉദറില്ല. 50 ദിവസം എടുത്തിട്ട് ഒരാൾ പറയാം, ഞാനിന്ന് ക്ഷീണിച്ചു, ഇന്ന് ഞാൻ നോമ്പ് ഒഴിവാക്കുകയാണ്, ഇന്ന് പോയി കുറച്ച് നേരം ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ കഴിച്ചാൽ അത് പിന്നെ 0 ആയി. പിന്നെ വീണ്ടും ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും 60 നോമ്പ് എടുക്കേണ്ടി വരും. അത്രയും കാര്യം അത് പാടില്ലാത്തതാണ്. എന്ത് ചെയ്യണം? ഷഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായിട്ട്. അതിൻ്റെ ഇടയിൽ സ്ത്രീകൾക്ക് ഹൈദ് വന്നാൽ അതിലളവുണ്ട്, അതല്ലെങ്കിൽ യാത്ര വന്നാൽ അതിലളവുണ്ട്, അതല്ലെങ്കിൽ രോഗിയാൽ അതിലളവുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അളവുകളൊക്കെ വരും. അതല്ലാതെ ഒരാൾക്ക് സ്വമേധയാ ഒഴിവാക്കാൻ അനുവാദമില്ല. ഇനി ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ല, ശാരീരികമായി കഴിയാത്തൊരുവനാണ് എങ്കിൽ അയാൾ ചെയ്യേണ്ടത് പറഞ്ഞത് ഫഹൽ തജ്ദു ഇത്ആമ 60 മിസ്കീൻ. ഈ വന്ന വ്യക്തി വളരെയധികം ശാരീരികമായി കഴിവ് നോമ്പെടുക്കാൻ പറ്റാത്ത ഒരാളാണ്. 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അതും കഴിയില്ല, കാരണം ദരിദ്രന് സാമ്പത്തികമായി കഴിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അകത്തുനിന്ന് പോയിട്ട് ഒരു കൊല ഈത്തപ്പഴം എടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കൊടുത്തോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വക നീ 60 സാധുക്കൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദീനയിൽ എന്നെക്കാളും ദരിദ്രനായിട്ട് ആരുമില്ല, ഞാനിത് ആർക്കാണ് കൊടുക്കേണ്ടത്? പാവപ്പെട്ടവർക്കല്ലേ കൊടുക്കേണ്ടത്. അതുകൂടി കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചിരിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിൽ തന്നെ, അതായത് സംഭവം ഇയാൾക്ക് തന്നെയാണ് അവസാനം കിട്ടിയത്. അത് ഈ വ്യക്തി അങ്ങനെ ആയതുകൊണ്ടാണ്. അതല്ല എങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അയാൾ എന്ത് ചെയ്യുന്നത്? 2 മാസം ഒരാൾ നോമ്പെടുക്കേണ്ടി വരും. 2 മാസം നോമ്പെടുക്കേണ്ടി വരും. അത് അത്രയും ഹുർമത്ത്, പവിത്രത അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാന്റെ പകലിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ രാത്രിയിൽ അനുവദനീയമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. 1, ഭാര്യയും ഈ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ? ഭാര്യ ഇത് അനുവദിച്ചുകൊണ്ടാണ് അഥവാ ഭാര്യയുടെ സമ്മതത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എങ്കിൽ ഭാര്യയ്ക്കും ഇതേ കഫാറത്തുണ്ട്. ഇതേ കഫാറത്ത് ഭാര്യയ്ക്കുണ്ട്. 2, ഒരു പകലിൽ ഒന്നിലധികം തവണ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഒന്നാമത്തെ കഫാറത്ത് ഒരാൾ വീട്ടിയിട്ടില്ല എങ്കിൽ അയാൾക്ക് 2നും കൂടി കഫാറത്ത് തന്നെ മതി. ഒന്നാമത്തെ കഫാറത്ത് വേണമെങ്കിൽ ഇപ്പോൾ അടിമയെ മോചിപ്പിക്കുന്നതായിരിക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെ ഇപ്പോൾ സംഭവിക്കുന്നില്ല. അപ്പോൾ 2നും കൂടി 1 മതി. എന്നാൽ വ്യത്യസ്ത ദിവസങ്ങൾ ബന്ധപ്പെട്ടു എങ്കിൽ അവിടെ തീർച്ചയായും ഓരോ ദിവസത്തിനും 2 മാസത്തെ നോമ്പ് എടുക്കേണ്ടി വരും. ഓരോ ദിവസത്തിനും 2 മാസത്തെ നോമ്പ് എടുക്കേണ്ടി വരും. അടുത്തത് മനസ്സിലാക്കേണ്ട കാര്യം, പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് കഫാറത്ത് വരുന്നില്ല എന്ന്. അഥവാ 2 പേരുടെയും ലൈംഗിക അവയവങ്ങൾ പരസ്പരം കൃത്യമായി പ്രവേശിപ്പിക്കുന്ന അവസ്ഥയിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ കഫാറത്ത്. അതല്ലാത്ത വല്ലതും സംഭവിച്ചിട്ട് മനി പോയതാണ് എങ്കിൽ അവിടെ നോമ്പ് മുറിയുന്നതാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്, തൗബ ചെയ്യണം. പക്ഷേ ഈ കഫാറത്ത് വരുന്നില്ല. കഫാറത്ത് വരണമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിച്ചിട്ട് മനി വന്നിട്ടില്ലെങ്കിൽ പോലും അത് എന്ത് ചെയ്യും? നോമ്പിനെ മുറിക്കുകയും ഈ കഫാറത്ത് നിർബന്ധമാക്കുകയും ചെയ്യും.